എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ്? ഉറപ്പായിട്ടും എൻ്റെ മമ്മിയുടെ ഫുഡ്, എൻ്റെ മമ്മിയുടെ സംസാരം, എൻ്റെ മമ്മിയുടെ പ്രസൻസ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ മമ്മീനെ ഒരു ദിവസം വൈകുന്നേരമാണ് ഡിസ്ചാർജ് ചെയ്ത് നാട്ടിൽ വന്നതിന് ശേഷം വീട്ടിലോട്ട് കൊണ്ടുവന്നത്. പിറ്റേ ദിവസം രാവിലെയായി. എനിക്ക് ആ മോർണിംഗ് തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അറിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ജനിച്ച് ഭൂമിയിൽ വീണതല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കാരണം മമ്മിയുടെ കാര്യങ്ങൾ, മമ്മിയുടെ എല്ലാ കാര്യങ്ങളും, കുഞ്ഞിൻ്റെ കാര്യം, പപ്പയുടെ കാര്യം, പപ്പ ഭയങ്കര സപ്പോർട്ടാണത് വേറൊരു കാര്യം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്ത് കഴിഞ്ഞ് ഞാൻ ദിവസം ഉച്ചയ്ക്ക് വന്ന് വീട്ടിലിരുന്നപ്പം നേരത്തെ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് നമ്മൾ ഈ വീടിന് അപ്പുറമൊക്കെ നല്ല മീൻ പിടിച്ച മണമൊക്കെ വരും. എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. ഞാൻ ശരിക്കും കരഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു സോഫയിൽ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് മമ്മിയുടെ കട്ടിലാണ്. ഞാൻ മമ്മിയെ നോക്കി കരഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മമ്മി ഞങ്ങൾക്ക് ചെയ്തു തന്നതൊക്കെ ഞങ്ങൾ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ മമ്മി കുക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഫിലിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഹോളിൽ വന്നിട്ട് എടി ഇതൊന്നും നോക്കടി, രുചിയുണ്ടോ? ഞാൻ പറയും, എൻ്റെ തള്ളയെ, എൻ്റെ പൊന്നു തള്ളയെ, നിവിൻ പോളി പറയുന്നത് നിനക്ക് നിങ്ങളൊന്ന് പോയേ, അത് ഞാൻ പിന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ മമ്മീനെ നമ്മൾ അങ്ങനെ വിടും. സത്യം പറഞ്ഞാൽ ആ മീൻ പൊടിച്ചതിൻ്റെയൊക്കെ മണം നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ മമ്മി എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നപ്പം ഞാൻ അതിൻ്റെ വില മനസ്സിലാക്കിയിരുന്നില്ല. അതുപോലെ തന്നെയാണ് വേറെ ഏറ്റവും എന്നെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, ഈ അമ്മമാരും മക്കളും തമ്മിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ളവരും ഒക്കെ ഈ ഭയങ്കര ബോണ്ടായിട്ട് ഒരുമിച്ചിരിക്കുക, സംസാരിക്കുക, മക്കളുമായിട്ട് ഒരുമിച്ച് കിടക്കുക, അവരോട് കഥ പറയുക, ഉറങ്ങുന്നിടം വരെ അവരുടെ കാര്യങ്ങൾ നോക്കുക. എൻ്റെ പ്രായമുള്ളവരുടെ അതൊക്കെ കാണും. അവരുമായിട്ട് പുറത്ത് പോവുക, അവരുമായിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എനിക്കിപ്പോൾ കിട്ടാതായി കഴിഞ്ഞപ്പം ഒരിക്കലും ഒരു ഈഗോ അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുള്ളത്. മമ്മിയുടെ വില ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ഞാൻ എന്തുകൊണ്ട് അന്ന് മമ്മീനെ, കാരണം അന്ന് അത്രയെങ്കിലും എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനത് മമ്മിയിൽ നിന്നും മമ്മീനെയും കൂടി ഞാൻ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇത്രയും സങ്കടം വരില്ല. മമ്മിയെ കൺസിഡർ ചെയ്യാതെ ഞാൻ ഇന്ന് മമ്മിയുടെ വില മനസ്സിലാക്കുമ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മമ്മിയെന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്. മമ്മി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, മമ്മി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ചുമ്മാ ഇരുന്നാലും എടി ഭവ്യ അങ്ങനെയല്ലേ, എടി അങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ കഥ പറയും. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. അപ്പം അപ്പോഴും ഞങ്ങൾ മമ്മിയുടെ വില മനസ്സിലാക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം സത്യം പറഞ്ഞാൽ മനസ്സിലാക്കും. ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, മമ്മിയായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നും പറഞ്ഞാൽ എനിക്ക് മമ്മി ഇല്ലെന്നല്ല, എനിക്കെൻ്റെ അമ്മയുണ്ട്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിരുന്നു ദുബായിൽ വെച്ചിട്ട്, എൻ്റെ ഈശോയെ ഇനി എൻ്റെ മമ്മീനെ നീ എനിക്ക് തിരിച്ച് തന്നാൽ മതി, ഞങ്ങൾക്ക് മമ്മി എന്ന് വിളിക്കുക ഒരാൾ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം ചിലപ്പം അങ്ങനെയായിരിക്കും മമ്മി ഞങ്ങൾക്ക് തന്നത്. മമ്മി ഉണ്ട്, അത് ഞങ്ങൾക്ക് ദൈവം തന്ന അത് വലിയൊരു അനുഗ്രഹമാണ് ഇന്നും ഇപ്പോഴും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ, മമ്മി തന്ന ഫുഡിൻ്റെ വില, മമ്മി കൂടിയിരുന്നപ്പോൾ ഉള്ള വില, അങ്ങനെ എല്ലാം മനസ്സിലാക്കിയത് മമ്മി ഇങ്ങനെ ആയപ്പോഴാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ഇതൊരിക്കലും ഒരു പ്രഹസനമല്ല. കാരണം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ വിഷമം അതാണ് ഞാൻ കാണിക്കുന്നത്. മമ്മി ഇല്ലാതായ ചുറ്റിനുള്ള ആരും കാണൂല. അതുകൊണ്ട് എന്നും അമ്മയ്ക്ക് വില കൊടുക്കുക. ഞാൻ കൊടുക്കാതിരുന്ന അതാണ്. ഞാനത് പബ്ലിക്കിന് പോയി പറയുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാവരും പറയും അവളെ തൻ്റെ ഇടിയാണ്. ഒരിക്കലുമല്ല. നമുക്ക് ഒറ്റയ്ക്കാകുമ്പോഴാണ് വിഷമം മനസ്സിലാകും. പക്ഷെ വൈകുന്നേരങ്ങളിൽ വിളിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വിളിക്കാൻ, എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ വിളിക്കാൻ പറ്റത്തില്ല. ആക്ഷൻസിലൂടെ മമ്മി ഞങ്ങളോട് സംസാരിക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര സമാധാനമാണ്. ഇന്നലെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു നൈറ്റ്. അപ്പിച്ചാൻ പറഞ്ഞു, നീ ഉറങ്ങ, കുഴപ്പമില്ല. എന്തോ 2 ദിവസമായിട്ട് മമ്മിയുടെ വീഡിയോ കിട്ടിയതിൻ്റെ ആയിരിക്കും. എനിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന 10ൽ ഒരാളാണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെപ്പോലെ നിങ്ങളൊരിക്കലും ആവരുത്. അമ്മയ്ക്കൊരു വില കൊടുക്കണം. കാരണം ഇന്ന് മറ്റുള്ള മക്കൾ അമ്മമാരുമായിട്ട് ഇടപഴകുമ്പം എനിക്ക് ആ സ്നേഹം കിട്ടാതാകുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം എനിക്ക് എത്രത്തോളമാണെന്ന് അറിയാം. അത് നിങ്ങൾക്ക് നാളെ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ വലിയ ഇൻഫ്ലുവൻസറോ വലുതായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആരുമല്ല. കുറേ നല്ല വിശ്വാസ കാരണമുണ്ട് ഇപ്പോഴും ഞങ്ങൾ മുമ്പിലോട്ട് പോകുന്നു എന്നും പറഞ്ഞ് അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ ഞങ്ങളുടേതായ ജോലി ചെയ്തു അന്തസ്സായിട്ട് ജീവിച്ച് മുൻപോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഞാൻ പറയാണ്, നിങ്ങളാൽ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അമ്മമാർക്ക് ചെയ്യുക, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക.
എന്ന് പറഞ്ഞാൽ അവരെയെന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞില്ല, ഫാമിലിക്ക് ആ ഒരു സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ അമ്മയ്ക്ക് ആ ഒരു വില കൊടുക്കുക. അപ്പോൾ എനിക്കിന്ന് ഇത്രേ എന്നെക്കുറിച്ചും എൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പറയാനുള്ളൂ. ടാറ്റാ ബൈ.